ഇപ്പുറത്ത് നിന്നും ആരോ വിളിച്ചതുപോലെ തോന്നിയപ്പോഴായിരുന്നു ഭവാനിയമ്മ അവിടേക്ക് പോയത്. ഹാ, നീയോ? ഭാനുമതി പുഞ്ചിരിയോടെ ചോദിച്ചു. തടിച്ച ചുണ്ടുകളും അല്പം കഷണ്ടിയുമുള്ള 55 വയസ്സ് തോന്നിക്കുന്ന ഒരു മധ്യവയസ്കൻ തെല്ലൊരു വിഷമത്തോടെ കോലായിലേക്ക് കയറിയിരുന്നു. അലക്കിത്തേച്ച വെള്ള ഷർട്ടും തുണിയുമായിരുന്നു അയാളുടെ വേഷം. കക്ഷത്ത് എപ്പോഴും ഇറുക്കിപ്പിടിച്ച ബാഗ് അയാൾ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെ ഭദ്രമായി വെച്ചു. കണ്ണടയൊന്ന് നേരെയാക്കി അയാൾ നിരാശയോടെ ഭാനുമതിയെ നോക്കി. ഈ ഒന്നും പറയണ്ട എന്റെ കൃഷ്ണ, അതും മുടങ്ങിയില്ലേ? ഭാനുമതി താടിക്ക് കൈകൊടുത്ത് മുൻപോട്ട് നോക്കി നിന്നു. വിഷ്ണുവിന് കാര്യമായിട്ടെന്തോ കുഴപ്പമുണ്ടെന്നാ അവര് പറയണേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? കൃഷ്ണന്റെ മുഖം വാടിപ്പോയി. അത് ഞാൻ നേരത്തെ വിചാരിച്ചതാ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലേനു. ഭാനുമതി ചുളിവുകൾക്ക് തുടക്കമിട്ട മുഖമൊന്ന് ഉള്ളം കൈകൊണ്ട് മെല്ലെ തുടച്ചു. വിഷ്ണു എവിടെ? കൃഷ്ണൻ വിഷയം മാറ്റാനെന്നോണം ചോദിച്ചു. കുട്ടി ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല, വരുമ്പോ ഞാൻ പറയാം. കൃഷ്ണൻ മറുപടിയായി പതിഞ്ഞൊന്നു മൂളി. ശേഷം നേരത്തെ തന്റെ അരികിൽ വെച്ച കറുത്ത ബാഗ് തിരികെ കക്ഷത്തേക്ക് വെച്ചുകൊണ്ട് അയാൾ ഭാനുമതിയോട് യാത്ര പറഞ്ഞിറങ്ങി. അയാൾ ഒരു പൊട്ടുപോലെ ദൂരേക്ക് മറയുന്നതവർ വെറുതെ നോക്കി നിന്നു. ഭാനുമതിയും കൃഷ്ണനും വർഷങ്ങളായിട്ടുള്ള പരിചയക്കാരായിരുന്നു. മാത്രവുമല്ല, ഭാനുമതിയുടെ ഭർത്താവിന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ് കൃഷ്ണൻ. അയാൾ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ബ്രോക്കർ കൂടിയാണ്. ഭാനുമതിയുടെ 2 പെൺമക്കൾക്കും കൃഷ്ണൻ കണ്ടെത്തിയ ബന്ധമായിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു ഭാനുമതിയുടെ ഇളയ മകനായ വിഷ്ണുവിനും കൃഷ്ണൻ 2 ബന്ധങ്ങളും കണ്ടെത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ 2 വിവാഹ ബന്ധങ്ങളും പിരിയേണ്ടി വന്നു. വിഷ്ണുവിന്റെ ആദ്യ ഭാര്യ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. 2ാം വിവാഹം കഴിഞ്ഞപ്പോഴും അവസ്ഥ അത് തന്നെയായിരുന്നു. 2ാം ഭാര്യയും അന്ന് തന്നെ ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഈ സംഭവങ്ങളൊക്കെയും കഴിഞ്ഞിട്ട് വർഷം 3 കഴിഞ്ഞെങ്കിലും നാട്ടുകാർക്ക് മുമ്പിൽ ഇപ്പോഴും ഭാനുമതി അമ്മയ്ക്ക് തലയുയർത്തി നടക്കാൻ നാണക്കേടാണ്. പലരും പലതും പറഞ്ഞുണ്ടാക്കുന്നു എന്നതാണ് വാസ്തവം. അതിന്റെ ഫലമായി വിഷ്ണുവിന് വരുന്ന ആലോചനകളെല്ലാം മുടങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഭാനുമതിയെ കുറച്ചൊന്നുമല്ല തളർത്തിയത്. വിഷ്ണുവിനാകട്ടെ അതിൽ യാതൊരു സങ്കടവുമില്ലെന്നത് ഭാനുമതിയെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൃഷ്ണൻ വന്നായിരുന്നു. അത്തായം കഴിഞ്ഞ് ഭാനുമതിയുടെ മടിയിൽ തലചായ്ച്ചു കിടക്കുകയായിരുന്ന വിഷ്ണു ഇതം കണ്ണിട്ട് അമ്മയെ ഒന്ന് നോക്കി. ആ മിഴികൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. അവന് വല്ലാത്ത വെല്ലായ്മ തോന്നി. വിവാഹം കഴിക്കാതെയും ഒരു മനുഷ്യന് ജീവിച്ചൂടെ അമ്മേ? വിഷ്ണു സാവധാനം അവരോട് ചോദിച്ചു. എനിക്കുമില്ല എന്റെ കുട്ട ആഗ്രഹങ്ങളൊക്കെ. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് ഈ ഒരു കുടുംബമായി ജീവിക്കുന്നത് കണ്ടാ മതിയായിരുന്നു. ഭാനുമതിയുടെ നേർത്ത ചുളിവുകൾ വീണ കവിളിലൂടെ മിഴിനീരൊഴുകി. വിഷ്ണു ഒന്നും മിണ്ടാതെ അവിടെ നിന്നും എഴുന്നേറ്റുപോയി. വിവാഹരാത്രി തന്നെ 2 പെൺകുട്ടികളും ബന്ധം വേണ്ടെന്ന് വെച്ച് പോവാൻ മാത്രമുള്ള കാരണം എന്തായിരിക്കും? വർഷങ്ങളായി മനസ്സിൽ കുരുങ്ങിക്കിടന്ന ചോദ്യം വീണ്ടും ഭാനുമതിയിലേക്ക് തിരിച്ചു വന്നു. അവർ അസ്വസ്ഥതയോടെ അന്ന് രാത്രി വിഷ്ണുവിനോട് അത് ചോദിക്കുകയും ചെയ്തു. പക്ഷെ അവൻ ഭാനുമതിയെ പകപ്പോടെ നോക്കിയതല്ലാതെ കൃത്യമായ ഒരു ഉത്തരം അവനിൽ നിന്നും അവർക്ക് ലഭിച്ചില്ല. പിന്നീടുള്ള ദിവസങ്ങൾ അത്രയും ആ സംശയം അവരിൽ ഒരു കറ പോലെ മായാതെ കിടന്നു. അതിനിടയിൽ കൃഷ്ണൻ ഒരുപാട് വിവാഹാലോചനകൾ കൊണ്ടുവന്നെങ്കിലും കാര്യമായ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരുപാട് തിരച്ചിലുകൾക്കും അലച്ചിലുകൾക്കുമൊടുവിൽ തരക്കേടില്ലാത്ത ഒരു ബന്ധം കൃഷ്ണൻ കണ്ടെത്തി. വിഷ്ണുവിന്റെ കാര്യങ്ങളെല്ലാം അവരെ അറിയിച്ചപ്പോൾ അവർക്കതിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഏറെ നാളുകൾക്കൊടുവിൽ ഭാനുമതിയുടെ മുഖം തെളിഞ്ഞു. പക്ഷേ വിഷ്ണുവിനാകട്ടെ ഓരോ ദിവസം കഴിയുന്തോറും വെപ്രാളം കൂടിക്കൂടി വന്നു. അത് ഭാനുമതിയും ശ്രദ്ധിച്ചിരുന്നു. 1 മാസത്തിനു ശേഷമുള്ള ഞായറാഴ്ച ഇന്നായിരുന്നു വിഷ്ണുവിന്റെയും രമ്യയുടെയും വിവാഹം. കഴിഞ്ഞ 2 വിവാഹങ്ങളും ആഘോഷമാക്കി നടത്തിയിട്ടും മിച്ചം കിട്ടിയത് നാട്ടുകാർക്കിടയിൽ അപമാനമായതുകൊണ്ട് തന്നെ ഈ വിവാഹം വളരെ ചെറിയ രീതിയിൽ നടത്താനായിരുന്നു ഭാനുമതിയുടെ ഉദ്ദേശം. അതേപോലെ തന്നെയായിരുന്നു രമ്യയുടെയും വിഷ്ണുവിന്റെയും വിവാഹവും. അമ്പലത്തിൽ വെച്ച് ചെറിയൊരു താലികെട്ട്. ഭാനുമതിയും കൃഷ്ണനും പിന്നെ രമ്യയുടെ കുറച്ച് അടുത്ത ബന്ധുക്കളും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഭാനുമതിയുടെ വീട്ടിൽ വിവാഹം നടന്നതിന്റെ യാതൊരു അടയാളങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും വിഷ്ണുവിന്റെ മുറി വളരെ ഭംഗിയായി അലങ്കരിക്കാൻ ഭാനുമതി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രമ്യ റൂമിലേക്ക് കയറും മുൻപേ ഭാനുമതി അമ്മയെ അവിടെയെല്ലാം നോക്കിയെങ്കിലും കണ്ടിരുന്നില്ല. അവരെ കാണാതാവുന്നതിന് തൊട്ടു മുൻപ് ഭാനുമതി രമ്യയോട് വളരെ സ്നേഹത്തിൽ സംസാരിക്കുകയും ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല അവർക്ക് കുടിക്കാനായിട്ട് ഒരു ഗ്ലാസ് പാൽ എടുത്തു വെച്ചിട്ടുണ്ടെന്നും ഭാനുമതി
ഭാനുമതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രമ്യ പാലുമായി മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ വിഷ്ണു അവിടെ തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ടായിരുന്നു. ആ പെണ്ണിനെ കണ്ടപ്പോൾ അവന് വല്ലാത്ത വെപ്രാളം തോന്നി. വിഷ്ണു പെട്ടെന്ന് തന്നെ കതകടച്ച് രമ്യയുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി മിറർ ടേബിളിലേക്ക് വെച്ചു. രമ്യ അതിശയത്തോടെ അവനെ നോക്കി. അവളുടെ വേഷം ചുവപ്പ് കരയുള്ള വെള്ള സെറ്റ് സാരിയായിരുന്നു. അതിൽ നിറയെ ചുവന്ന എംബ്രോയ്ഡറി വർക്കുള്ള പൂക്കൾ ഉണ്ടായിരുന്നു. അതേ നിറത്തിലുള്ള മുത്തുകൾ പതിപ്പിച്ച ബ്ലൗസ് ആയിരുന്നു അവൾ സാരിയുടെ കൂടെ ധരിച്ചിരുന്നത്. വിഷ്ണുവിന് വല്ലാത്ത പരവേശം തോന്നി. അവൾ അവനെ നോക്കി. നോക്കൂ രമ്യ, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് സാധാരണ രീതിയുള്ള ഒരു ദാമ്പത്യ ജീവിതം സാധ്യമല്ല. തുറന്നു പറഞ്ഞാൽ കാരണം ഞാനൊരു ഗേ ആണ്. വിഷ്ണു രമ്യയുടെ കൈകൾ കവർന്നുകൊണ്ട് ഒരു കുറ്റവാളിയെപ്പോലെ അവൾക്ക് മുമ്പിൽ തലതാഴ്ത്തി നിന്നു. ആ പെണ്ണിന്റെ മിഴികൾ ഒരു വലിയ ഞെട്ടലോടെ വികസിച്ചുപോയി. വിഷ്ണു വീണ്ടും തുടർന്നു. എന്റെ 2 വിവാഹ ബന്ധവും വേർപെടാൻ കാരണം ഞാൻ തന്നെയാണ്. കാരണം എനിക്ക് ഒരിക്കൽ പോലും ഒരു പെണ്ണിനോട് അട്രാക്ഷൻ തോന്നിയിട്ടില്ല. ഈ വിവാഹങ്ങളൊക്കെയും എൻ്റെ അമ്മയെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇതൊരിക്കലും എൻ്റെ അമ്മ അറിയാൻ പാടില്ല. നിനക്ക് എന്ത് നഷ്ടമുണ്ടെങ്കിലും അത് പണം കൊണ്ട് നികത്താൻ ഞാൻ തയ്യാറാണ്. വിഷ്ണു അപമാനഭാരത്തോടെ രമ്യയെ നോക്കി. അവളുടെ മുഖത്തെ ദയനീയത അവനെ ആശയക്കുഴപ്പത്തിലാക്കി. ഇങ്ങനെയൊരു സത്യം നീ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് എന്നോടായിരുന്നു വിഷ്ണു. പെടുന്നനെ ഉയർന്ന ഭാനുമതിയുടെ ശബ്ദം എവിടെ നിന്നാണെന്നറിയാതെ വിഷ്ണുവും രമ്യയും പരസ്പരം നോക്കി. ശേഷം അവർ ചുറ്റുപാടും വീക്ഷിക്കുന്നതിനിടയിലാണ് ഭാനുമതി അമ്മ കട്ടിലിനടിയിൽ നിന്നും പതിയെ തലയിട്ട് പുറത്തേക്ക് വന്നത്. വിഷ്ണുവും രമ്യയും അന്തിച്ചവരെ നോക്കി നിന്നുപോയി. അമ്മേ! വിഷ്ണു ഇടർച്ചയോടെ അവരെ നോക്കി. മിണ്ടരുത് നീ! ഭാനുമതി അവനു നേരെ വിരൽ ചൂണ്ടി. അവൻ തല താഴ്ത്തി നിന്നുപോയി. ഈ വിവാഹം ഉറപ്പിച്ചത് മുതൽ എനിക്ക് നിന്നെ സംശയമുണ്ടായിരുന്നു. കാരണം നിനക്ക് വല്ലാത്ത പരവേശമായിരുന്നു. അപ്പോഴൊക്കെ എനിക്കൊരു പന്തികേട് തോന്നിയത് കൊണ്ടാ മോശമുള്ള കാര്യമായിട്ട് പോലും ഞാൻ നിന്റെ റൂമിൽ ഒളിച്ചിരുന്നത്. എനിക്ക് അറിയണമായിരുന്നു സത്യം. ഇനിയും ഒരു നാണക്കേട് താങ്ങാൻ എനിക്ക് വയ്യ. ഭാനുമതി നിന്നു കിതച്ചു. വിഷ്ണു അവരുടെ കാലിലേക്ക് അറിയാതെ വീണുപോയി. എന്റെ അമ്മയെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. നിന്റെ ജീവിതത്തിൽ വന്ന ഈ 3 പെൺകുട്ടികൾ എന്തു പിയച്ചടാ? വിഷ്ണുവിനെ തന്റെ കാലിനരികിൽ നിന്നും കോളറിൽ പിടിച്ചുയർത്തിയായിരുന്നു ഭാനുമതിയുടെ ചോദ്യം. അവനൊരു ഉത്തരമുണ്ടായിരുന്നില്ല. പകപ്പോടെ നോക്കിയതല്ലാതെ അവനൊന്നും മിണ്ടിയില്ല. മോളെ, നീ എന്നോട് ക്ഷമിക്ക്. ഭാനുമതി വാത്സല്യത്തോടെ രമ്യയുടെ കവിളിൽ തട്ടി. അവൾ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി. അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഭാനുമതി തന്റെ മകനെ വെറും കൈകൊണ്ട് പൊതിരെ തല്ലി. എനിക്ക് മരിക്കാൻ പേടിയാണമ്മേ, അതുകൊണ്ടാ ഞാൻ. വിഷ്ണു ഭാനുമതിയുടെ കണ്ണിലേക്ക് ദയനീയമായി നോക്കി. അവർ പൊട്ടിക്കരഞ്ഞുപോയി. അമ്മേ! വിഷ്ണു അവരുടെ തോളിൽ പതിയെ തൊട്ടു നോക്കി. എന്നോട് പറയാമായിരുന്നില്ലേ? ഞാൻ കരുതി എന്നെ തള്ളി പറയുമെന്ന്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഞാൻ നിന്റെ അമ്മയല്ലേ? ഭാനുമതി ഇടർച്ചയോടെ ചോദിച്ചതും വിഷ്ണു അവരുടെ മാറിലേക്ക് അമർന്ന് പൊട്ടിക്കരഞ്ഞുപോയി. ഇത്രയും കാലം താൻ അനുഭവിച്ച മനസ്സിലെ സംഘർഷങ്ങളെല്ലാം അതിൽ ഒഴുകിയില്ലാതാവുകയായിരുന്നു.